Dr. Dhanesh. Thank you, Dr. R. A. Patel. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1375 ദിവസം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ പത്മപ്രിയ നായരാണ്, ഫ്രം ലണ്ടൻ. പത്മപ്രിയ ഡോക്ടറുടെ ഇന്നത്തെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പത്മപ്രിയ ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. പത്മപ്രിയ ഡോക്ടർ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ആളാണ്. വളരെ നല്ല ക്ലാസ്സുകളാണ് ഡോക്ടർ എപ്പോഴും എടുക്കുന്നത്. അച്ഛന്റെ ചികിത്സാ പാഠവങ്ങൾ കണ്ട് ഹൃദിസ്ഥമാക്കി അതിന്റെ ആ അനുഭവങ്ങൾ വെച്ചെല്ലാമാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ പത്മപ്രിയ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. Namaskaram എല്ലാവർക്കും. Before I start, IFPH thanks a lot, sincere gratitude for giving me another opportunity to share my experience. And before I start, as usual, ഞാൻ എന്നും പറയുന്ന പോലെ ഗുരുവന്ദനം to all my gurus, because ഞാൻ ഗുരുക്കൾ പഠിപ്പിച്ചു തന്ന നോളേജ് ആണ് ഇന്നും എൻ്റെ കയ്യിലുള്ളത്. ഞാനായിട്ട് ഒന്നും അത്രയ്ക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ മെയിൻലി പഠിപ്പിച്ചു തന്നതൊക്കെ എൻ്റെ അച്ഛനായിരുന്നു. അതല്ലാണ്ട് ഓൾമോസ്റ്റ് 90% എൻ്റെ അച്ഛനായിരുന്നു എനിക്ക് പഠിപ്പിച്ചു തന്നു. അതല്ലാണ്ട് ഞാൻ കുറേയൊക്കെ സ്പീക്കേഴ്സ്, ഇന്റർനാഷണൽ ഹോമിയോപാത്സ്, ബെസ്റ്റ് ടീച്ചേഴ്സ് ഓൾ അറൗണ്ട് ദ ഗ്ലോബ്, സെമിനാർസോ വെബിനാർസോ ബുക്സോ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് എൻ്റെ നോളേജ് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഈവൻ ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ ടോപ്പിക്. ഇതില് കുറേയൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്ത റെമഡീസ് ആണ്. അതല്ലാണ്ട് നമ്മളുടെ കൽക്കട്ട സ്കൂൾ ഓഫ് ഹോമിയോപ്പതി അവിടുത്തെ ഡോക്ടേഴ്സ് എൻ്റെ ഒരു സെമിനാർ നമ്മളുടെ മുംബൈയിൽ ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. ഡോക്ടർ സർക്കാർ, ഡോക്ടർ ബാനർജി എന്നൊക്കെ അവരുടെ കയ്യിൽ നിന്ന് കുറേയൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ റെമഡീസ്. അതുപോലെ ഞാൻ അറൗണ്ട് 12 years ബാക്ക് ഇവിടെ ഇംഗ്ലണ്ടിൽ ഡോക്ടർ ബാനർജിയുടെ അലയൻസ് കോളേജ് ഓഫ് ഹോമിയോപ്പതി ഉണ്ട്, അവിടെ ഒരു കോഴ്സിന് പോയിരുന്നു. അവിടെയും കുറേയൊക്കെ ഡിഫറെൻറ്റ് വേ ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ഡിഫറെൻറ്റ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ പേഷ്യൻ്റ് ആൻഡ് പ്രിസ്ക്രൈബിങ്, ഇതൊക്കെ ഈ ടെക്നിക്സ് ഒക്കെ ഞാൻ അവിടെ നിന്നും കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് എവർ ഐ എം ഗോയിങ് ടു ഷെയർ ടുഡേ ഈസ് എ കോമ്പിനേഷൻ, സ്പെഷ്യലി ഫ്രം ദ കാൽക്കട്ട ഹോമിയോപ്പത്തിക് ഫ്രെറ്റർണിറ്റി. അപ്പം ഐ വിൽ സ്റ്റാർട്ട്. ആം ഐ ഓഡിബിൾ? ആം ഐ വിസിബിൾ? ഓക്കെ മാഡം, ഓക്കെ ഡോക്ടറെ, എല്ലാം ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്. ഓക്കെ, ഞാൻ ഒന്ന് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ. അപ്പൊ ഇന്ന് സംസാരിക്കണം എന്ന് തീരുമാനിച്ചത് ഇന്നലെ ആയിരുന്നു. ഇന്ന് ഫൈനലാക്കിയപ്പോൾ ഐ വാസ് വണ്ടറിങ് ഇന്ന് എന്താ ഞാൻ പറയണ്ടേ, എന്താ സംസാരിക്കേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിലായിരുന്നു ഒരു ഇന്റർനാഷണൽ ടൂറിന്, തിരിച്ചു വന്നു. പോണ മുമ്പേ ഒരു 1.5 മാസം മുമ്പേ കൊറൈസ, ചുമ, പനി എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ പോണ സമയത്ത് ഞാൻ കുറച്ച് മരുന്നുകളും അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു. സോ എവറിത്തിങ് സ്റ്റാർട്ടഡ് ലൈക്ക് കോൾഡ് ആയിരുന്നു ആദ്യം, പിന്നെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളായി, പിന്നെ ചുമയായി, പനിയുണ്ട് കൂടെ, ഇതിന്റെ കൂടെ പനിയുണ്ട്. അപ്പോൾ ആസ് ഓഫ് ടുഡേ ദ സ്റ്റോറി ഈസ് ഓൾമോസ്റ്റ് 1.5 month ഓൾഡ് സ്റ്റോറി. പനിയൊന്നുമില്ല, എന്നാലും രാവിലെ എണീച്ച ഇപ്പൊ 2 ദിവസമായി വീട്ടിൽ വന്നിട്ട്. സോ ഹീ ഈസ് ലൈക്ക് ചുമയ്ക്കുന്നു. പിന്നെ ഇന്നും ഇന്നലെയായിട്ട് നല്ല തുമ്പല്, രാവിലെ എണ്ണീട്ട് ഉടനെ നല്ല തുമ്പല്. എന്നിട്ട് 2 ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഒരു പ്രത്യേക സിംറ്റമും കൊണ്ടുവരായിരുന്നു. അപ്പം ഞാൻ അത്രയും എല്ലാം നമ്മളുടെ കയ്യിലേക്ക് ഉള്ള എല്ലാം നോളേജ് വെച്ചിട്ടുള്ള റെമഡീസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടും സിൻസ് പാസ്റ്റ് 2-3 days ഐ വാസ് ഇറിറ്റേറ്റഡ്. നൗ വാട്ട് ഷുഡ് ഐ ഡു? മെയിൻ സിംറ്റംസ് മെയിനായിട്ട് പനിയായിരുന്നു, പനിയും ചുമയൊക്കെ മെയിനായിട്ട് പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് ഈ വെബിനാറിൻ്റെയും കൂടെ പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ള. അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഐ ഡിസൈഡഡ് ഐ വിൽ ടോക്ക് ഓൺ ദിസ് സബ്ജക്ട് ടുഡേ. അപ്പോൾ ആസ് ഐ സെഡ്, ഗുരുവന്ദനം ടു ഓൾ മൈ ടീച്ചേഴ്സ്.
ഒരു മിനിറ്റ്, I am not able to move the slide. സോ ഇന്ന് ഞാൻ പറയാൻ പോണത് പനി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പനീനെ പറ്റിയിട്ടല്ല ഞാൻ അധികം സംസാരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും, സ്പെഷ്യലി നമ്മൾ മലയാളി ഹോമിയോപാത്സ് നല്ലപോലെ വെൽ വേഴ്സ് ആണ് മാനേജ്മെന്റ് ഓഫ് ഫീവർ. വി ഓൾ നോ ദിസ് വെരി നൈസ്ലി. ജസ്റ്റ് 1 minute, എക്സ്ക്യൂസ് മീ. ഹലോ. Okay. അപ്പം we all are very well versed with the management of fever. We all know what remedies and how to manage and all. പക്ഷെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം എൻ്റെ അടുത്ത് അച്ഛൻ എന്നും പറഞ്ഞിരിക്കുന്നത്, എവിടെ പോയാലും ഹോമിയോപ്പത്തിയിലെ പേര് കേട്ടിട്ട് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ the only tool that we homeopaths have is management of fever. പനീനെ മാനേജ് ചെയ്യാൻ അറിയണം. പനി വന്ന് പോയ ശേഷമുള്ള സിറ്റുവേഷൻസ് പലതും വരും. പോസ്റ്റ് ഫീവർ ആ ഒരു സിറ്റുവേഷൻ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യാൻ അറിഞ്ഞാൽ യു വിൽ ആക്ച്വലി ഗ്രോ വെരി റിച്ച്. സോ ഫീവർ ആൻഡ് പോസ്റ്റ് ഫീവർ, ഈ രണ്ട് കാര്യങ്ങൾ നല്ലപോലെ മാനേജ് ചെയ്തോ യു ആർ എ വെരി സക്സസ്ഫുൾ ഹോമിയോപാത്ത് വെരെവർ യു ആർ ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഫീവർ, സോ വി ഓൾ ആർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, വി ഓൾ ആർ ഡൂയിങ് ദാറ്റ് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും പനി വന്ന ആദ്യം വിളിക്കുന്നത്, ആദ്യം ഓടിയെത്തുന്നത് ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും, അടുത്തുള്ള ഡോക്ടറോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഡോക്ടറോ ഒക്കെ. സോ വി ഓൾ നോ ഹൗ ടു മാനേജ് ദ ഫീവർ. ഫീവറിൻ്റെ പിന്നെ ഒരു പ്രത്യേകത, നമുക്ക് വി ഹോമിയോപാത്സ് ഹാവ് ദ പ്രോബ്ലം ഈസ് നമുക്ക് പേടിയാണ്. മിക്കവാറും നമുക്ക് എക്സ്പീരിയൻസ് ഹോമിയോപാത്സിന് പേടി ഉണ്ടാവില്ല, അവരത് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ്. ബട്ട് മോസ്റ്റ്ലി അറൌണ്ട് ഐ ഷുഡ് സേ 70-80% ഓഫ് ദ ഹോമിയോപാത്സ് ആർ സ്കേർഡ്. What are we scared? Because we have something known as high grade fever. നമുക്ക് low grade fever നമ്മളുടെ കുറേ മെഡിസിൻസ് ഉണ്ട്, നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്. ഹൈ ഗ്രേഡ് ഫീവർ ഓൾസോ വി മാനേജ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. പക്ഷേ പനിയുടെ ടെമ്പറേച്ചർ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കൺവൽഷൻ വന്നാൽ ദാൻ ഇറ്റ് ഈസ് എ വേഴ്സ് സിനാരിയോ. So we all are scared of that situation and we really don't want to end up in that situation. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ our knowledge about materia medica should be very vast. അപ്പോൾ today I'm going to discuss about certain remedies which are going to help us. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് ആയിട്ട് നമ്മൾ പനി വന്ന എക്കോനൈറ്റ്, ബെല്ലഡോണ, ആർസെനിക്, റെസ്റ്റോക്സ്, ബ്രയോണിയ, ജെൽസീമിയം, ഫെറംഫോസ്, ഇതൊക്കെ നമ്മളുടെ ഡേ ടു ഡേ റെമഡീസ് ആണ്. ആൻഡ് വി ഓൾ നോ ഹൗ ടു യൂസ് ദീസ് റെമഡീസ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ഇൻഡിക്കേഷൻസ് ഓഫ് ദീസ് റെമഡീസ്. അപ്പോൾ സംതിങ് പാരലൽ, യു നോ വാട്ട് വിൽ ഹാപ്പൻ. അപ്പോൾ ഞാൻ ആദ്യം സംസാരിക്കാൻ പോണ ഈ ഒരു റെമഡി, ഞാനിപ്പോൾ ഹിന്ദി സെഷൻ അല്ല ഇംഗ്ലീഷ് സെഷൻ കേട്ടു. ദേ വർ ടോക്കിംഗ് അബൌട്ട് ആയുർവേദിക് മെഡിസിൻസ് ആൻഡ് ഓൾ. അപ്പം കൽക്കട്ട സ്കൂൾ ഓഫ് ഹോമിയോപ്പത്തിയിൽ ഞാൻ പഠിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യൻ റെമഡീസിൻ്റെ ഒരു മെറ്റീരിയ മെഡിക്കയാണ് മാക്സിമം അവർ എംഫസൈസ് ചെയ്യുന്നത്. ഡോക്ടർ ഘോഷിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ മിക്കവാറും റെമഡീസ് ആർ ഫ്രം പ്ലാന്റ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ റെമഡീസ് ആർ ഫ്രം അവർ ആയുർവേദിക് ലിസ്റ്റ്. പേര് കേട്ടാലും അതിൻ്റെ കോമൺ പേരൊക്കെ കേട്ടാൽ നമ്മൾക്ക്, സ്പെഷ്യലി നമ്മൾ നാടൻ മലയാളി, വി ആർ നോൺ ഫോർ ആയുർവേദ. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ചെടികളും മാത്രമല്ല, നമുക്കൊക്കെ അടുക്കളയിൽ അമ്മുമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ പല രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത പല ചെടികളുമാണത്. ബട്ട് now എന്ന് പറയുന്നില്ല, ഹോമിയോപ്പത്തിക് materia medica has become more rich because of these remedies. Okay, so one of the remedy that I'm going to talk today about is Desmodium giganticum. Okay, അപ്പോൾ ഇതിൽ എന്താന്ന് വെച്ചാൽ, ഇത് ധ്രുവ, നമ്മൾ പറയുന്നത് ധ്രുവ അല്ലെങ്കിൽ ദീർഘമൂല എന്നൊക്കെ പറയും, ചില ഭാഷയിൽ ശാലപാർണി എന്ന് പറയും. സോ ദിസ് ഈസ് വെരി കോമൺലി അവൈലബിൾ. നമ്മളുടെ നാട്ടിലൊക്കെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കിട്ടുന്ന ഒരു ഇലയാണ്. നമ്മൾ പേഷ്യൻസിന് റെസ്റ്റോക്സ് കൊടുക്കും, അല്ലെങ്കിൽ യുപ്പറ്റോറിയം കൊടുക്കും. അപ്പോൾ ചില സമയത്ത് പേഷ്യൻസ് വരുമ്പോൾ വി ആർ വെരി ഷുവർ ടു മച്ച് ഓഫ് പെയിൻ, റെസ്റ്റ്ലെസ്നെസ്, അതുപോലെ യുപ്പാറ്റോറിയമും തന്നെ ആ ഇൻഡിക്കേഷൻസ്, വി ആർ വെരി ക്ലിയർ അബൌട്ട് ദ ടോട്ടാലിറ്റി, വി ആർ വെരി ക്ലിയർ അബൌട്ട് ദി ഇൻഡിക്കേഷൻസ്. പക്ഷെ റെസ്റ്റോക്സ് കൊടുത്തിട്ടും ടെമ്പറേച്ചർ കുറയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഓക്കെ, ഇപ്പാറ്റോറിയം കൊടുത്തിട്ടും ടെമ്പറേച്ചർ കുറയുന്നില്ല. So in situations where the totality looks like Restox, or it looks like Eupatorium, or else in patients where you have given Restox but you failed, in patients where you have given Eupatorium but you have failed, ഇങ്ങനത്തെ സിറ്റുവേഷന് പെർഫെക്റ്റ് ആയിട്ടുള്ള റെമഡിയാണ് ഡെസ്മോഡിയം. മെയിൻ ആയിട്ട് സിംറ്റം പേഷ്യൻ്റ് പറയുന്നത് പെയിന്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കേൾക്കുമ്പോൾ തോന്നും ഇത് യുപ്പാറ്റോറിയം അല്ലെങ്കിൽ റെസ്റ്റോക്സ് ആയിരിക്കും. ടു മച്ച് ഓഫ് പെയിൻ,
ജോയിൻസിലും പെയിന്, എല്ല് വേദനയാണ് ഡോക്ടറെ, കഴുപ്പ്, മസിൽസ് ആർ ടെറിബിൾ പെയിൻ ഇൻ ദ മസിൽസ്. Along with that, the characteristic symptom that this patient will talk about is തലവേദന, ഭയങ്കര തലവേദന. അതും തലവേദന എന്താന്ന് വെച്ചാൽ ഒരു തുണി എടുത്ത് കെട്ടി വെച്ച പോലെ ഇരിക്കുന്നു. അമ്മ എൻ്റെ ടൈറ്റായിരിക്കുന്നു, എൻ്റെ തല ടൈറ്റായിരിക്കുന്നു. അമ്മ ഒന്ന് ടെമ്പറേച്ചർ നോക്കാൻ പോയാൽ കൊച്ചു കരയും. കാരണം അമ്മ ഡോണ്ട് പ്രസ് ഇറ്റ് ഹാർഡ്. അമ്മ പ്രസ് ഒന്നും ചെയ്യില്ല. ബിക്കോസ് ദ ചൈൽഡ് ഇസ് ഓൾറെഡി ഫീലിംഗ് ദ ടൈറ്റ്നെസ്. അപ്പോൾ എടുത്ത് ചോദിച്ചാൽ പറയും, ഇറ്റ് ഫീൽസ് ആസ് ഇഫ് യു ആർ ടൈയിങ് എ റോപ്പ് ഓൺ മൈ ഹെഡ്. അപ്പോൾ ഇത് പേഷ്യൻ്റെ സെൻസേഷൻ ആണ്. ഹെഡ് is been bound by a tape or bound by a rope. This is a very characteristic symptom of desmodium along with the Rustok's or Repertorium symptoms. കുറേയൊക്കെ മെനിഞ്ചൈറ്റിസിന്റെ കേസസിൽ എങ്ങനത്തെ പ്രസന്റേഷൻ കാണാറുണ്ട്. നമുക്ക് ടൈഫോയിഡിനോ ഇൻഫ്ലുവൻസയ്ക്കോ ഒക്കെ ഈ മരുന്ന് കൊടുക്കാം. അപ്പം മോസ്റ്റ്ലി വേറൊരു ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ പകല് എണീച്ചാലാണ് ടെമ്പറേച്ചർ ഹൈ ആവുക. മോർണിംഗ് എണീക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ദ ബുക്സ് ഇറ്റ് ഈസ് റിട്ടൺ 7 AM. 7 AM ദ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോണ റെമഡീസ് ഒക്കെ ബോറിക് മെറ്റീരിയ മെഡിക്കലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബോറിക്കിൽ തന്നെ വില്യം ബോറിക് ഹാസ് ഗോട്ട് ഇന്ത്യൻ റെമഡീസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് അവരുടെ കയ്യിൽ. വിച്ച് ഇൻക്ലൂഡ്സ്, ഇത് പുതിയ ബുക്കാണ്, ഇതിൽ വിച്ച് ഇൻക്ലൂഡ്സ് ഇന്ത്യൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ റെമഡീസ് ഒക്കെ ഉണ്ട്, ഇതിന്റെ ഇൻഡിക്കേഷൻസും ക്ലിയർലി എഴുതിയിട്ടുണ്ട്. ഇതിപ്പോ എനിക്ക് ഇന്ന് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു വെരി ക്യാരക്ടറിസ്റ്റിക് PQRS സിംറ്റംസ് ഓഫ് ദിസ് റെമഡി. അപ്പോൾ 7 AM is the usual time where you get temperature, high temperature, and too much of pain like Rustok's, like Repertorium, and too much of headache. Headache എന്താന്ന് വെച്ചാൽ bound by a rope or a tape. അപ്പം യൂഷ്വലി ഈ മരുന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെഡിസിൻ ഈസ് ആൻഡ്രോഗ്രാഫിസ്. ആൻഡ്രോഗ്രാഫിസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കാൽമേഘ് എന്നാ പറയാം. ഇത് നാട്ടിലുണ്ട്, ഇതിന്റെ ഒരു മലയാളം പേരുണ്ട്. നാട്ടിലൊക്കെ എല്ലാവരുടെയും കിട്ടുന്നതാണത്, ഒരു ഇല. അപ്പം അഗെയിൻ ദിസ് ഈസ് മോർ ലൈക്ക് ബ്രയോണിയ ഓർ നക്സ്വാമിക. നമ്മൾ പല കാര്യങ്ങളും ബ്രയോണിയ കൊടുക്കാറുണ്ട്. ഡ്രൈ കഫ് ഉണ്ട്, ടു മച്ച് ഓഫ് ബേണിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഗ്യാസ്ട്രിക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് നക്സ്വാമിക കൊടുക്കുമ്പോൾ വി ഹാവ് ലോട്ട്സ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബ്രയോണിയ നക്സ്, ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ഫീവർ വിത്ത് ഗ്യാസ്ട്രിക് ഇൻവോൾവ്മെന്റ്. So we feel, okay, I am giving bryonia, but bryonia fails. Okay, എന്നാ പിന്നെ നക്സ്വാമിക കൊടുത്തു, ഫെയിൽ ആയി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബ്രയോണിയും കൊടുത്തിട്ട് ശരിയായില്ല, നക്സും കൊടുത്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആൻഡ്രോഗ്രാഫിസിന്റെ പെക്യുലാരിറ്റി എന്താന്ന് വെച്ചാൽ കയ്യിനും കാലിനും, the sole of the feet and the palm, too much of burning. So the child will or the patient will cry about കയ്യെ ഒന്ന് തണുത്ത വെള്ളത്തിൽ എന്നെ ഒന്ന് മസാജ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ തണുത്ത തുണി ഒന്ന് വെച്ച് തരുമോ അമ്മ, എനിക്ക് കൈ നീരണു, ടൂ മച്ച് ഓഫ് ബേണിങ്, എരിയണു, നീരണു. ഇതൊക്കെയാണ് പേഷ്യൻ്റ് എടുത്ത് പറയുക. കാരണം അവർക്ക് ടൂ മച്ച് ഓഫ് ബേണിങ് ഇൻ ദ സോൾസ് ആൻഡ് ദ പാം. ആൻഡ് ദേ ഫീൽ ബെറ്റർ. ഒബ്വിയസ്ലി നമ്മളൊക്കെ നാടൻ രീതിയിൽ ആദ്യം ചെയ്യുന്നത് തണുത്ത വെള്ളത്തിൽ തുണി എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. സോ ദേ ഫീൽ വെരി ബെറ്റർ വിത്ത് ദാറ്റ് ആൻഡ് ദേ വിൽ ആസ്ക് ഫോർ ഇറ്റ്. Give me little more cold sponging, especially on the palm and the soles of the feet. So that is andrographis. ഞാൻ പറഞ്ഞില്ലേ, you will feel this is nux-vomica, you might look like bryonia, but no, this is failed, so you can go for andrographis. 8 AM to 10 AM in the മോർണിംഗിലാണ് യൂഷ്വലി ടെമ്പറേച്ചർ സ്പൈക്ക് ആവാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു ഉച്ച നേരത്തെ, നട്ട് ഉച്ച എന്ന് പറയുന്ന ഒരു 12 മണി 1 മണിക്കൊക്കെ ഉണ്ടാവും. ആൻഡ് യു ഹാവ് ടു മച്ച് ഓഫ് ഗ്യാസ്ട്രിക് ഇൻവോൾവ്മെന്റ്, ലൈക്ക് ജോണ്ടീസ് ഉണ്ടാവായിരിക്കാം, ഹിപ്പറ്റൈറ്റിസ് ആയിരിക്കാം, ലിവർ എൻലാർജ്മെന്റ് ഉണ്ടാവും. പിന്നെ ടേസ്റ്റ്, ബിറ്റർ ടേസ്റ്റ് ഇൻ മൗത്ത്, ഡ്രൈനെസ് ഓഫ് മൗത്ത്, വൈറ്റ് കോട്ടിംഗ് ഓഫ് മൗത്ത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നക്സ് ആണെന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ ഡ്രൈനെസ് തോന്നുമ്പോൾ ബ്രയോണിയ എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ സിംറ്റം. സോ ടു മച്ച് ഓഫ് ഗ്യാസ്ട്രിക് ഇൻവോൾവ്മെന്റ്, ലിവർ ഇൻവോൾവ്മെന്റ്, white coating, dryness of the mouth with burning sensation is andrographis. Now next is tinospora. Tinospora എന്ന് പറയുന്നത് the common name is gulancha. Again, this is very nice remedy when you see too much of exhaustion. നല്ല പനി ഉണ്ട്, liver problem ഉണ്ട്. You will again see gastric involvement in this remedy. Hepatomegaly ഉണ്ടാവും, gastritis ഉണ്ടാവും, spleen enlargement ഉണ്ടാവും. പിന്നെ പനിക്കുന്ന ഒരു എപ്പിസോഡ്, ഇത് ക്രോണിക് ഫീവറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വന്നുകൊണ്ടിരിക്കും പനി, ലൈക്ക് റിക്കറന്റ് ഫീവർ, സോ യു ഹാവ് റിക്കറന്റ് ഫീവർ, യു ഹാവ് gastric involvement, you have
hepatomegaly, splenomegaly എന്നൊക്കെ ഉണ്ടാവും. But the most important quality is, the most important characteristic of this patient is too much of exhaustion. പനിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ബാത്റൂം പോകാനും കൂടെ ഒരാൾ പിടിച്ചു കൊണ്ടുപോകണം. അത്രയും എടുക്കില്ല. പിള്ളേരെയൊക്കെ അച്ഛനോ അമ്മയോ ഒക്കെ ഒന്ന് എടുത്ത് 2 കൈ കൊണ്ട് എടുത്ത് പൊക്കി കൊണ്ടുപോകണം. സോ ദാറ്റ് ഈസ് ടിനോസ്പോറ. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അനിയൻ, ഹി വാസ് 14 years or something, പനിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ ലിറ്ററലി അച്ഛൻ 2 കൈ കൊണ്ട് 14-year-old ബോയ് ഹാസ് ടു ബി ടേക്കൺ ലൈക്ക് ദിസ്. അത്രയ്ക്ക് ക്ഷീണമാണ്. ടൂ മച്ച് ഓഫ് വീക്ക്നെസ് ഈസ് ദെയർ ഇൻ ടിനോസ്പോറ. ഫ്രീക്വന്റ് ഡിസയർ ടു ഡ്രിങ്ക് വാട്ടർ ആൻഡ് വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ആ പേഷ്യന്റിനും കുറച്ചൊക്കെ ബേണിംഗ് സെൻസേഷൻ പറയും, പക്ഷെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും അവർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ടിനോസ്പോറ. സോ ആൻഡ് ദിസ് ഇസ് വെരി ഗുഡ്. ഈവൻ പനിയൊക്കെ മാറി ക്ഷീണം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ടിനോസ്പോറ മദർ ടിഞ്ചറിന്റെ ഫോമിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ സ്പ്ലിനോമെഗാലി, ഹിപ്പാറ്റോമെഗാലി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് 1990s, early 2000 and all, മുംബൈ. സോ ലോവർ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ഓൾസോ ലുക്കേമിയ, താലസീമിയ, ഈ പേഷ്യൻസിനൊക്കെ വലിയ വലിയ ഹൈഫൈ ഹോസ്പിറ്റൽസ് പോയിട്ട് മരുന്ന് മേടിക്കാനോ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അതിന്റെ കഴിവും ഇല്ല, അത്ര അടുത്തടുത്തുള്ള ഹോസ്പിറ്റൽസും ഇല്ല. സോ അന്നത്തെ കാലത്തൊക്കെ അങ്ങനത്തെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും, പ്ലസ് ലുക്കേമിയ ഉണ്ട്, താലസീമിയ ഉണ്ട്, വീക്ക്നെസ് ഉണ്ട് എന്നൊക്കെ ഉള്ള സമയങ്ങളിൽ വി ഹാവ് യൂസ്ഡ് ടു മച്ച് ഓഫ് ടിനോസ്പോറ. ഓക്കെ, സോ ദാറ്റ് ഈസ് ടിനോസ്പോറ കോർഡിഫോലിയ. Now, this is another remedy wherein you have same, ഇത് ഒരു ജെൽസീമിയം പോലെയുള്ള ഒരു ഡ്രഗ് പിക്ചർ ആണ്. നമ്മൾ ജെൽസീമിയം കൊടുത്തിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് റെമഡി, ബിക്കോസ് അഗെയിൻ ജെൽസീമിയമിലുള്ള പോലെ ഒരു ഡ്രൗസിനെസ് ഉണ്ടാവും, ഒരു ഡൾനെസ് ഉണ്ടാവും, ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഈസ് ഹെഡേക്ക്. ജെൽസീമിയമിലും കാണാമല്ലോ നമുക്ക് ഹെഡേക്ക് ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ഹെഡേക്ക് ഈസ് ദ അതർ വേ. എന്തെങ്കിലും ഇങ്ങനെ കെട്ടി വെച്ച ഒരു ടവലോണ്ട് കെട്ടി വെക്കുക, അല്ലെങ്കിൽ അമ്മ അടുത്തിരുന്നിട്ട് ഇങ്ങനെ കൈ നെറ്റി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ ദേ ഫീൽ ബെറ്റർ. സോ ദാറ്റ് ഈസ് the amelioration by wrapping up, and drowsiness is there. And ഇതിൽ ക്ഷീണം അങ്ങനെയാണ്, എണിച്ച് നടന്ന് ടോയ്ലറ്റിലൊക്കെ പോവും, പക്ഷെ സംസാരിക്കണ്ട, ഞാൻ ചുമ്മാ കടന്നോട്ടെ, എനിക്ക് കടന്നാൽ മതി, എനിക്ക് ആരുടെ മിണ്ടും വേണ്ട പറയും വേണ്ട, ജസ്റ്റ് ലൈ ഡൗൺ with your closed eyes, and I just don't want to talk to anyone. That is a characteristic here. And symptoms is സാധാരണ ഇതും early morning ആണ്, ഒരു 8 o'clock to 10 o'clock in the morning, അല്ലെങ്കിൽ പെരെ ഒരു ഉച്ച 2 o'clock to 4 o'clock ആണ് പീക്ക് ഓഫ് ടെമ്പറേച്ചർ കാണുന്നത് ഈ റെമഡിയിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അഗ്രിവേഷൻ ടൈം ഓർ ദ ഹൈ ടെമ്പറേച്ചർ ടൈം ഇൻ ദിസ് റെമഡി. Now we will talk about ഇത് ബേൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ പറയും, വിൽവം, ഐ തിങ്ക്, യെസ്. അപ്പോൾ എഗ്ലിയ ഫോലിയ എന്ന് പറയുന്നത്, എഗ്ലിയ ഫോലിയ ഇസ് വെരി ഗുഡ് ഫോർ ഗ്യാസ്ട്രിക് ഫീവർ. എഗെയിൻ ഹിയർ യു വിൽ ലുക്ക് ലൈക്ക് നക്സ് വോമിക്ക അല്ലെങ്കിൽ ലൈക്കോപോഡിയം ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു ഗ്യാസ്ട്രിക് സിംറ്റംസിന്റെ ലിസ്റ്റ് ഉണ്ടാവും, പിന്നെ കൂടെ പനി ഉണ്ടാവും, ഒന്നെങ്കിൽ ഡയറിയ ആയിരിക്കാം, സ്റ്റമക് പെയിൻ ആയിരിക്കാം. So you have similar picture of lycopodium or else nux vomica, but dropsy in the digestive problems and the fever with gastric in the, and the aggravation time is 4 to 9 p.m. Again, if you look, you have lycopodium also aggravated at 4 to 9 p.m. So this is another remedy when you can see that your lycopodium is failing, or your nux vomica is failing, or your pulsatilla is failing. യൂക്കാലിപ്റ്റസ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റെമഡിയാണ്, ബട്ട് ഐ വുഡ് എംഫസൈസ് അഗെയിൻ ഓൺ ദിസ് ബിക്കോസ് ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്. സ്റ്റുഡൻസ്, സ്പെഷ്യലി സ്റ്റുഡൻസിന് പനി വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പം പല സിംറ്റംസും വരും. ചുമയുണ്ടെങ്കിൽ ഞാൻ എന്താ കൊടുക്കേണ്ടത്, നോസ്, ബിക്കോസ് ഫീവർ അഗെയിൻ വി ഓൾ നോ, വി ഹാവ് സ്നീസിങ്, വി ഹാവ് റണ്ണിങ് ഐസ്, ദെൻ ഇറ്റ് മൈറ്റ് കം ഡൗൺ ടു നോസ്, ദെൻ ഇറ്റ് മൈറ്റ് കം ഡൗൺ ടു യുവർ ത്രോട്ട്, പിന്നെ symptoms of lungs. So that is how you get say fever or influenza or any kind of fever. എന്നിട്ടാണ് പിന്നെ systemic changes നമുക്ക് കാണാൻ കിട്ടുക. അപ്പോൾ you have to be very sound with materia medica. What should I give if I have cold with fever? What should I give if I have sneezing with fever? What should I give if there is cough with fever? But eucalyptus is one such a lovely remedy, such a beautiful remedy. നമ്മൾ എല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാവണം, മദർ ടിഞ്ചർ ഫോമിലും പൊട്ടൻസി ഫോമിലും, ബിക്കോസ് കുട്ടികൾ സ്പെഷ്യലി നമ്മൾ സ്റ്റുഡൻസ് ഓഫ് ഹോമിയോപ്പത്തിക് സ്റ്റുഡൻസിന് ഇത്രയും നോളജ് ഇല്ലെങ്കിൽ ഈ മരുന്ന് ധൈര്യത്തോട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ യൂക്കാലിപ്റ്റസ് ഈസ് റിയലി യൂസ്ഫുൾ ഇൻ ഓൾ ദ സ്റ്റേജസ്. ഈ കണ്ണിൽ ലാക്രിമേഷൻ ഉള്ള നല്ലൊരു മരുന്ന്, ലാക്രിമേഷൻ വിത്ത് ഫീവർ,
sinusitis, too much of congestion. You know how the patient comes and tell, too much of congestion is there and I'm not able to breathe, or else there is too much of sneezing is there. And then it might come down to throat, too much of throat irritation, soreness down, ulcers down. അല്ലെങ്കിൽ പിന്നെ താഴെ ലങ്സിലോട്ടേക്ക് ഇറങ്ങിയാൽ പിന്നെ too much of mucus is there, not able to cough out because the mucus is very thick, very, very thick mucus. പിന്നെ ചുമച്ചുകൊണ്ടിരിക്കും പേഷ്യൻസ്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ കിഡ്നി പ്രോബ്ലംസും വരും. സോ യൂക്കാലിപ്റ്റസ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് യൂക്കാലിപ്റ്റസ് ഈസ്, നമ്മളൊക്കെ വീട്ടിൽ, ഇപ്പൊ എന്റെ വീട്ടിലും ഉണ്ട്, നമ്മൾ മിക്കവാറും എല്ലാവരും വീട്ടിൽ യൂക്കാലിപ്റ്റസ് ഓയിൽ പനിക്കുന്നു എന്ന് പറഞ്ഞാൽ തലേനയിലോ അല്ലെങ്കിൽ കുട്ടിയുടെ തുണികളിലോ ഒക്കെ ഒരു യൂക്കാലിപ്റ്റസ് ഓയിലിന്റെ ഡ്രോപ്സ് ഇട്ടാലും ഇറ്റ് ഇസ് വെരി, വെരി എഫക്റ്റീവ്. But if you give it in mother tincture form or lower potency form, it's going to help clear the mucus. അപ്പോൾ ഈ congested sinus ഒക്കെ റിലീസ് ആവും, lacrimation നിൽക്കും, throat symptoms ഒക്കെ നല്ല റിലീഫ് കിട്ടും. Similarly, lungs, very, very thick mucus and the patient is not able to throw it out. Too much of congestion is there, too much of cough is there, thick mucus is there. Eucalyptus kudutha, it is like a bronchodilator. It helps to release the mucus and the patient starts feeling better. Appo mother tincture form allengi pinne 6x allengi 30 potency la repeat cheyda eucalyptus is a wonderful remedy. As I said, even if you're not sure which remedy you want to give at that particular stage of the patient, if you give eucalyptus, it is definitely going to help the patient. So eucalyptus is one of the must remedies for all of us. ഇത് പിന്നെ നമ്മളുടെ തുളസി, oxymum. ഇത് again, we all know തുളസി. നമ്മളൊക്കെ നാട്ടിൽ, especially കേരളത്തിൽ, we have absolutely known the benefits of തുളസി. വീട്ടിൽ ആദ്യം പനിയോ അസുഖം വന്നാൽ ആദ്യം തുളസി ചാറോ അല്ലെങ്കിൽ തുളസി ചുടുവെള്ളത്തിട്ട് വെച്ചത് അങ്ങനെയൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ മദർ ടിഞ്ചർ ഫോം ആൻഡ് 30-200 പൊട്ടൻസിയിലൊക്കെ അത് നമ്മൾ ഹോമിയോപ്പത്തിയിൽ യൂസ് ചെയ്ത ഇറ്റ്സ് എ വെരി, വെരി ഗ്രേറ്റ് റെസ്പിറേറ്ററി ഡ്രഗ്. വാട്ടറി കൊറൈസ, വാട്ടറി ലാക്രിമേഷൻ, നല്ല ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിന് ദിസ് ഇസ് വെരി, വെരി ഗുഡ്. സിമിലർലി സെക്കൻഡ് സ്റ്റേജിൽ തിക്കാവും, മ്യൂക്കസ് ഒരുപാട് തിക്കാവും, ഒരു യെല്ലോയിഷ് കളറാവും. അപ്പൊ നമുക്ക് കാലി സൾഫൊക്കെ നമ്മൾക്ക് ഒരു ഇൻഡിക്കേഷനായി തോന്നുമായിരിക്കാം. In such second stage also, you can use this tulsi or oxymum. It helps to get rid of the thick yellow expectorations. Then death rattle, antim-tar kudukollo nammala, death rattle, too much of mucus is there, it's not coming out. So the lungs are getting affected. So it's very good for death rattle also. Diarrhea, പനിയുടെ കൂടെ ഈ സിംറ്റംസിന്റെ കൂടെയൊക്കെ ഡയറിയ ഉണ്ടാവും. അപ്പോൾ ഡയറിയയ്ക്കും പറ്റിയ നല്ല ഒരു മരുന്നാണ് ഓക്സിമം. സോർനെസ് ഇൻ മസിൽസ്, ദിസ് അഗൈൻ വി നോ വിത്ത് ഫീവർ, നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഡെസ്മോഡിയമിലും ഉണ്ട് സോർനെസ് ഓഫ് മസിൽസ് ആൻഡ് പെയിൻ, ബോൺ പെയിൻ ആൻഡ് ഓൾ. ഓക്സിമം ക്യാൻ ഓൾസോ കവർ ദോസ് സിംറ്റംസ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൗത്ത് അൾസേഴ്സ് ഓൾസോ ദിസ് ഇസ് വെരി, വെരി ഗുഡ് റെമഡി. ആൻഡ് ദ PQRS is you can have ഫർഗെറ്റ്ഫുൾനെസ്, ഒരു ട്രാൻസിയന്റ് മെമ്മറി ലോസ്. പനിച്ചിരിക്കുന്ന സമയത്ത് അമ്മ ചാവി എവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല മോളെ, അത് ഒരു ഡെലീരിയം അല്ല. ആക്ച്വലി ദാറ്റ് ഇസ് എ ഫർഗെറ്റ്ഫുൾനെസ് സ്റ്റേറ്റ്. അമ്മ എക്സ്ട്രാ കോഫി പൗഡർ എവിടെ അമ്മ അടുക്കളയിൽ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അത് താഴത്തെ ഷെൽഫിലുണ്ട്. താഴത്തെ ഷെൽഫ് പോയി നോക്കി അത് ഉണ്ടാവില്ല. സോ ദർ ഈസ് പനിച്ചിരിക്കുന്ന അമ്മയാണ്, പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകണം. സോ ദാറ്റ് ഈസ് എ ഫർഗെറ്റ്ഫുൾനെസ്. സോ ഇഫ് യു ഹാവ് സച്ച് സിറ്റുവേഷൻ, ഓക്സിമം ഈസ് എ വെരി, വെരി ഗുഡ് റെമഡി. Okay, now next is ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ബേസിക് ആയിട്ട് പനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വി ഓൾ ആർ എക്സ്പേർട്സ് ഇൻ മാനേജിങ് ഫീവർ. വി ഓൾ ക്യാൻ ഹാവ് എ ലിസ്റ്റ് ഓഫ് റെമഡീസ് റെഡി ഇൻ അവർ ക്ലിനിക് ടു മാനേജ് ഫീവർ. ബട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻ കേസ് ഇഫ് ദർ ഈസ് എനി കൺഫ്യൂഷൻ, ഇൻ കേസ് ഇഫ് ദർ ഈസ് എൻ എ ഫെയിലിയർ വിത്ത് ദ കോമൺലി പ്രിസ്ക്രൈബ്ഡ് റെമഡി, ദെൻ വി ഷുഡ് തിങ്ക് അബൌട്ട് ഓൾ ദീസ് റെമഡീസ് വിച്ച് ഐ വാസ് ജസ്റ്റ് ഡിസ്കസിങ്. പിന്നത്തെ കാര്യം ആഫ്റ്റർ ഫീവർ, അപ്പൊ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിന്റെ കേസ്, പനിയൊക്കെ മാറി എന്നോ എല്ലാം ശരിയായി, പക്ഷെ there are many situations where you have some of the other complaints affecting the body. അത് എന്തായാലും ശരി, ഇൻഫ്ലുവൻസ, ടൈഫോയിഡ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ്, വാട്ട് എവർ ഫീവർ യു ഹാഡ്, ഡെങ്കു ഫീവറോ മലേറിയ ഫീവറോ, ആ പനിയൊക്കെ മാറിയാലും ചില കാര്യങ്ങൾ ദേഹത്തുനിന്ന് വിട്ടു മാറില്ല. സോ ഐ ഹാവ് ആക്ച്വലി സീൻ ദ ബ്യൂട്ടി ഓഫ് സം റെമഡീസ് വിച്ച് ഐ വിൽ ജസ്റ്റ് ഡിസ്കസ് ഹിയർ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാം, നമ്മളിത് എല്ലാവർക്കും നമ്മളെല്ലാവരും അറിയുന്നതുമാണ്, നമ്മൾ പല പ്രാവശ്യം പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. കാർബോവേജ്, ടൈഫോയിഡിനം, ഇൻഫ്ലുവൻസനം, കാലിക്കാവ്, ലെറ്റാരസ്, ഇതൊക്കെ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന റെമഡീസ് ആണ്. സോ ഐ എം നോട്ട് അഗൈൻ ഗോയിങ് ഇൻ ഡെപ്ത് അബൌട്ട് ദിസ് റെമഡി, ബട്ട് സം ഫ്യൂ റെമഡീസ് ഐ ജസ്റ്റ് ടോക്ക്.
അപ്പോൾ this is sacrolacticum acidum. ഇത് നമ്മളുടെ മസിൽസ് എക്സ്ട്രാ ആയിട്ട് അധ്വാനിക്കുമ്പോൾ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ലാക്ടിക് ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇത്. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാൽ ടൂ മച്ച് ഓഫ് ടയർഡ്നെസ് എന്നാ ഇത് ഞാൻ പനി ഉള്ള ശേഷമാണ്. നൗ ഐ എം ടോക്കിംഗ് അബൌട്ട് റെമഡീസ് which is recommended or prescribed after the whole episode of fever. The patient is absolutely all right. There is no PQRS symptoms. There is no fever. The patient is fine. He is back to his normal life. ജോലിക്ക് പോവുക, സ്കൂളിൽ പോവുക ഒക്കെ ചെയ്യാൻ തുടങ്ങിയ അവസ്ഥയാണത്. That means the fever is absolutely out of picture. But what we can see is too much of tiredness since I had this fever. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ ടു മച്ച് ഓഫ് ടയർഡ്നെസ്സിന്റെ കൂടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൺകൺട്രോളബിൾ വോമിറ്റിംഗ്. ടു മച്ച് ഓഫ് വോമിറ്റിംഗ് ഇസ് ദെയർ ഇൻ ദിസ് പേഷ്യന്റ് ആൻഡ് ഇറ്റ്സ് ടു മച്ച് ഓഫ് ടയർഡ്നെസ്. അത് ടയർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. വീടെന്ന് പറഞ്ഞാൽ താഴെയും മേലെയും താമസിക്കുന്ന വീട് പോലെയുള്ള വീട്, ഫ്ലാറ്റ് ആയിരുന്നില്ല. മുംബൈയിൽ മിക്കവാറും എല്ലാം ഫ്ലാറ്റ് ആണ്, പക്ഷെ അവരുടെ ഒരു ബംഗ്ലോ ടൈപ്പ് ആയിരുന്നു. സോ ദ മദർ ഈസ് കമ്മിങ് ആൻഡ് സേയിങ്, ഡോക്ടർ നിങ്ങളുടെ മരുന്ന് കാരണം പനിയൊക്കെ മാറി, അവന്റെ അസുഖം ചുമയും ലൂസ് മോഷനും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. പക്ഷെ ആ പനിച്ചിരിക്കുന്ന സമയത്ത് അവന് താഴെ സോഫയിലായിരുന്നു കടന്നത്. മാത്രമല്ല ഞങ്ങളും പറഞ്ഞു മോൻ്റെ അടുത്ത് ഞങ്ങളെ മേലെയും താഴെയും ചെയ്യാൻ പറ്റില്ല എന്നും അവന്റെ കാര്യം ശ്രദ്ധിക്കണം, പിന്നെ അവൻ ഒറ്റയ്ക്ക് ആയിരിക്കും മുകളിലത്തെ റൂമിൽ. അപ്പൊ അവൻ ഇവിടെ താഴെ സോഫയിലാണ് കിടത്തിയത്. പനിയൊക്കെ മാറി, ലൂസ് മോഷൻ മാറി, എല്ലാം മാറി, പക്ഷെ അവൻ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം അന്വേഷിച്ച് നോക്കിയപ്പം അച്ഛൻ പിന്നെ ഇതുപോലെ ഹോം വിസിറ്റ്സ് ഒക്കെ ചെയ്യും. അപ്പൊ ചെന്ന് നോക്കിയപ്പോ അവന് പൾസ് നോക്കാൻ വേണ്ടി കൈ എടുക്കുമ്പോൾ ഡോണ്ട് ടച്ച് മീ. അപ്പൊ വാട്ട് ഈസ് ദിസ് ഡോണ്ട് ടച്ച് മീ? അപ്പോൾ ടു മച്ച് ഓഫ് സോർനെസ് ഇസ് ദെയർ ഓൾ അറൌണ്ട് ദ ബോഡി. പനി മാറി, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പൊ മേലത്തെ റൂമിൽ പോയിട്ട് എന്താ കിടക്കാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ, എനിക്ക് നടക്കാൻ വയ്യ. എന്നാ പിന്നെ അമ്മ കൊണ്ടുപോകാം അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോകാം. അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എടുക്കുക എന്നൊക്കെ ചെയ്യാൻ പോയാൽ പറ്റില്ല, നമുക്ക് പറ്റില്ല. വൈ? ബിക്കോസ് സോർനെസ് ഓഫ് ഓൾ ഓവർ ദ ബോഡി. So this remedy is very good when you see too much of tiredness in the patient, too much of soreness in the patient. And yes, occasionally you can see vomiting എന്ന് പറയുന്നത് ഈ പനിയൊക്കെ മാറി അപ്പം വിശപ്പ് കൂടും. Taste buds are back to normal. And obviously the parents are also, or the family is like, okay, ഇത്രയും ദിവസം നീ ഒന്നും ശരിക്കും കഴിച്ചിട്ടില്ല, ഇനിയെങ്കിലും നല്ല നല്ല ആഹാരം കഴിക്കും. പല വെറൈറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ cannot tolerate the food. അപ്പോൾ എന്ത് നല്ല അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആഹാരം കൊടുത്താലും there is vomiting. So vomiting is one symptom. Too much of ടയർഡ്നെസ്സിന്റെ കൂടെ പ്രത്യേകത സോർനെസ് ഞാൻ പറഞ്ഞില്ലേ, പൾസ് നോക്കാൻ വേണ്ടി അച്ഛൻ കൈ എടുക്കുമ്പോഴും എന്ന് പറഞ്ഞിട്ട് വേദന കാരണമുള്ള വേദന. സോ സോർനെസ് ഇൻ ദ wrist, and the symptoms are there in the materia medica which says weakness, tiredness on climbing, soreness in the back, soreness in the wrist. That means everywhere there is soreness. Okay, worse from any kind of exertion. എണിച്ചിരുന്ന് ആഹാരം കഴിക്കാനും കൂടെ അവർക്ക് ഒരു എക്സേർഷൻ ആയിട്ട് തോന്നും. ആൻഡ് ദെൻ ഇഫ് ദേ സിറ്റ് ആൻഡ് ഹാവ് ലിറ്റിൽ കഞ്ചി ഓർ സംതിങ്, ചെറിയ ഒരു എക്സേർഷൻ ചെയ്ത കാരണം ഒന്നും കൂടെ ക്ഷീണം കൂടി. ക്യാപ്സിക്കം ഈസ് അനദർ വെരി നൈസ് റെമഡി. ഇത് നമ്മള് ഒരു മിനിറ്റ്, ചില പേഷ്യൻസ് നമ്മളുടെ അടുത്ത് ഒന്നിങ്ങനെ പനിയെല്ലാം കഴിഞ്ഞിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് ഒരു പേഷ്യന്റ് വരികയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ സെൽഫ് മെഡിക്കേഷൻ പാരസെറ്റമോളും ആസ്പിരിനും ഒക്കെ നമുക്ക് നല്ലപോലെ എല്ലാവരുടെയും കിട്ടുന്നതാണല്ലോ. അപ്പോൾ ചില പേഷ്യൻസ് ഉണ്ട് ഇങ്ങനെ ഓടി എത്തില്ല നമ്മളുടെ അടുത്ത്, ഡോക്ടേഴ്സിന്റെ അടുത്ത് ഓടി പോകാറില്ല, സെൽഫ് മെഡിക്കേഷൻ ചെയ്യായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എപ്പോഴോ ചെയ്ത മരുന്നിന്റെ സ്റ്റോറിയും കൊണ്ട് നമ്മളുടെ അടുത്ത് വരികയായിരിക്കും. അപ്പം ടു മച്ച് ഓഫ് ആസ്പിരിൻ ഇസ് ബീൻ കൺസ്യൂംഡ്. കുറെ പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ട്, കുറെ ആസ്പിരിൻ കഴിച്ചിട്ടുണ്ട്. ഈ ഒരു കേസ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഫീവർ, ഹിസ്റ്ററി ഓഫ് ടു മച്ച് ഓഫ് കൺസംഷൻ ഓഫ് ആസ്പിരിൻ. സോ ഇൻ സച്ച് കേസസ് ക്യാപ്സിക്കം വർക്ക്സ് എക്സലന്റ്. അച്ഛൻ കൊടുക്കാറുണ്ട്, ഒന്നെങ്കിലേ ക്യാപ്സിക്കമിന്റെ പൊട്ടൻസി ഇല്ല അങ്ങനെയെങ്കിൽ ആർണിക്ക. അപ്പൊ ഈ രണ്ട് മരുന്ന് എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ പാരസെറ്റമോൾ എക്സസ് ആയിട്ട് ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഗെറ്റ് എ ക്ലിയർ ഡ്രഗ് പിക്ചർ വാട്ട് എവർ ദ സിറ്റുവേഷൻ ഈസ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി മെൻസ്ട്രൽ കംപ്ലൈന്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്, പക്ഷെ പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഒരു 1.5 മാസം മുമ്പ് 2 മാസം മുമ്പ് ഇതുപോലെ പനിച്ചിരുന്നു, കുറേയൊക്കെ മരുന്ന് കഴിച്ചു. അപ്പോൾ ആസ്പിരിൻ. സോ we were not getting a clear picture for the menstrual complaints that she had come, but ഹിസ്റ്ററിയിലെ ആസ്പിരിൻ കഴിച്ചതുകൊണ്ട് ക്യാപ്സിക്കം ഹെൽപ്ഡ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചാൽ യു ഗെറ്റ് എ ക്ലിയർ ടോട്ടാലിറ്റി ഓഫ് ദ പ്രസന്റ് സ്റ്റേറ്റ്. ഓക്കെ, സോ ക്യാപ്സിക്കം ഓർ ഈവൻ ആർണിക്ക ഇസ് വെരി ബ്യൂട്ടിഫുൾ ടു റിമൂവ് ഓൾ ദ
unnecessary drug picture that might come. Sulfur arsenicum. അപ്പോൾ ഈ മരുന്ന് എന്തിനാ വെച്ചാൽ സെയിം നമ്മൾ നേരത്തെ കണ്ടത് ആസ്പിരിന്റെ സൈഡ് എഫക്ട്സ് ആയിരുന്നു, അല്ലെങ്കിൽ ടോക്സിൻസ് ആയിരുന്നു. ഇത് ആന്റിബയോട്ടിക്സ്, കുറെ ആന്റിബയോട്ടിക്സ്. ഞാൻ പറഞ്ഞില്ലേ ലോങ് ലാസ്റ്റിംഗ് ഫീവറിൽ കുറെ മരുന്നുകൾ കഴിക്കും പല രീതിയിലും. ചുമയ്ക്ക് വേറെ, ചുമ മാറിയപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം അതിന് വേറെ. സോ ഇറ്റ്സ് ടു മച്ച് ഓഫ് antibiotics. So this is a very good remedy if you have history of too much of antibiotics with fever. Okay, so now what is happening is we had a history of fever. The patient is there, but ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അന്നത്തെ കാലത്ത് അച്ഛൻ കുറെയൊക്കെ ലേഡീസ്, ഞാൻ പറഞ്ഞില്ല അന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലില് തുണികളൊക്കെ കൈകൊണ്ട് കഴുകുക, അതുപോലെ ടീച്ചേഴ്സ് ബോർഡിൽ എഴുതി പഠിപ്പിക്കണം. ഓക്കെ, ഇന്നത്തെ കാലത്ത് തുണി കൈകൊണ്ട് കഴുകാറില്ല, ടീച്ചേഴ്സ് ഒന്നും എല്ലാം PPTയും സ്ലൈഡ്സ് ഒക്കെയാണ്, ഇന്ന് എഴുതി പഠിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ടൈപ്പ് റൈറ്റേഴ്സ്, വി ഹാഡ് ലോട്ട്സ് ഓഫ് പേഷ്യൻസ് ഹു വെർ വർക്കിംഗ് വിത്ത് ടൈപ്പ് റൈറ്റേഴ്സ്. അപ്പൊ എങ്ങനത്തെ പേഷ്യൻസിനൊക്കെ അച്ഛൻ ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ പനിയൊക്കെ മാറി, ഡോക്ടറെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി, എല്ലാം കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പക്ഷെ കൈയിന് ഒരു ശേഷിയില്ല ഡോക്ടർ, ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ the strength of the hand is diminished. So if you have a story where strength of the hand is diminished, Aveena sativa is a very good remedy. Okay. Next is ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ. ഒന്നുമില്ല ഡോക്ടർ, സിംറ്റംസ് ഒന്നുമില്ല, ക്ഷീണമുണ്ട്, ജസ്റ്റ് ക്ഷീണമുണ്ട്. നമ്മൾ ജൽസീമിയം ഒക്കെ കൊടുക്കുന്ന പോലെ കാർബോളിക്കം ആസിഡം ഈസ് വെരി ഗുഡ് ഫോർ ജസ്റ്റ് ക്ഷീണം, ജസ്റ്റ് ഡെബിലിറ്റി. ഇതിപ്പോ ഞാൻ പറഞ്ഞതായിരുന്നു, ജസ്റ്റ് മിനിറ്റ്. പിന്നെ സോറി, ഈ റെമഡി അല്ല, സാലിസിക്കം. സാലിസിക്കം, ഐ മിസ് ദിസ്. സാലിസിക്കമില് പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ബട്ട് ദിസ് ഇസ് വെരി ഫണ്ണി. അസുഖമൊന്നും ഇല്ല ഡോക്ടറെ, പക്ഷെ ഈ പനി മാറി പിന്നെ ചെവിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നു, ചെവിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കണ പോലെയൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫൊക്കെ അയച്ചാൽ പറയും ഈ മനുഷ്യന്റെ പനിയും ഒക്കെ മാറി, പക്ഷെ ചെവി പൊട്ടനായി എന്നാ തോന്നുന്നു, ഞാൻ ഉറക്കെ വിളിച്ചാൽ ഈ മനുഷ്യനൊന്നും കേൾക്കത്തില്ല. So that is partial deafness. We have this remedy, salicicum. Just a minute, sorry, I'm on the wrong slide. Salicicum acidum is for partial hearing problems and tinnitus after fever. Okay, so this is the characteristic indication for this remedy. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറെയൊക്കെ പാരന്റ്സിന് അല്ല കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ആഹാരം, മോനെ നീ പനിച്ച് കടന്നത്, അതിന്റെ ദേഹം ക്ഷീണിച്ചിരിക്കുന്ന മോനെ, ഇത് കഴിക്കുക, അത് കഴിക്കുക. സോ ദർ ആർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫുഡ് ബീൻ ഇൻട്രൊഡ്യൂസ് ടു ദ പേഷ്യന്റ് ആഫ്റ്റർ എ ഹോൾ എപ്പിസോഡ് ഓഫ് ഫീവർ. ബട്ട് ദിസ് ചൈൽഡ് കെൻ നോട്ട് ടോളറേറ്റ്, സോ ദ സ്മെൽസ് ബിക്കം വെരി അക്യൂട്ട്. ഒരു പെർഫ്യൂമിന്റെ സ്പ്രേ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, കടുക് വറക്കണ സ്മെല്ല് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബഹളം വെക്കും ഇവർ. ഒന്നെങ്കിൽ ഇവർക്ക് നോഷ്യ വോമിറ്റിംഗ് പോലെ വരും, അല്ലെങ്കിൽ പിന്നെ ദേ ബിക്കം വെരി ഇറിറ്റേറ്റഡ് ആൻഡ് ക്രാങ്കി. അപ്പോൾ ഫോർ acute senses of smelling, acute smell senses of nose, this is a very good remedy. This is also again, students ഗ്രൂപ്പിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പനിയൊക്കെ മാറി ഡോക്ടറെ, പക്ഷെ ഇവന് ഒരു പഠിക്കാനൊന്നും ശ്രദ്ധ കാണിക്കുന്നില്ല, അവന് എല്ലാ രീതിയിലും ഒരു ബുദ്ധിക്ക് എന്തോ ബാധിച്ച പോലെ തോന്നുന്നു. സോ the indication is mental retardation after fever. Baraita carb straight away higher potency 200 1 ml ഒക്കെ കൊടുത്തിട്ടുണ്ട് അച്ഛൻ, ഞാൻ കണ്ടിട്ടുണ്ട്. So higher potency straight away, this works wonder. Just one dose, we don't have to repeat and all. The child will be back to normal with his intelligence. Now this is again very weird. ഞാൻ പറഞ്ഞില്ലേ, our materia medica is very beautiful. We have so many different kind of situations. So it is very nice to see our materia medica has got so many different type of remedies. ഈ മരുന്ന് സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പനിയൊക്കെ മാറി, പ്രശ്നങ്ങളൊന്നുമില്ല, ജോലിക്ക് പോകാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് എവിടുന്ന് വന്നെന്ന് അറിയില്ല, ഈ ചെറുക്കൻ എന്നും ദേഷ്യമാണ് ഡോക്ടർ, ഇപ്പൊ തൊട്ടനും പിടിച്ചനൊക്കെ ദേഷ്യം, എല്ലാത്തിനും വീട്ടിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓൾ ദ ടൈം ഫൈറ്റിംഗ് ആൻഡ് ആർഗ്യൂയിങ് വിത്ത് വൈഫ് ഓർ ഹസ്ബൻഡ് ഓർ ഫാമിലി മെമ്പേഴ്സ്. ബട്ട് ഡോക്ടർ, ഹി വാസ് നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. അപ്പോൾ there is a change, a drastic change in the personality. So the fever, the typhoid ആണോ malaria ആണോ, it has exhausted the patient to such a level that his inner state of mental balance, ഒരു കാം കമ്പോസ്ഡ് ആറ്റിറ്റ്യൂഡ് നമ്മളെല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ ആ ലെവൽ, at that inner dynamic level of your mental stability, this fever has affected. So from a calm composed person, very irritable, temper tantrums,
influenzinum, higher potency works wonders. So irritable, unbearable tempers. That is the great indication for this remedy. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെയും ആഹാരം, എന്ത് ആഹാരം കൊടുത്താലും ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. വെള്ളം കുടിച്ചാലും കൂടെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, ബട്ട് ടു മച്ച് ഓഫ് അൺകൺട്രോളബിൾ വോമിറ്റിംഗ് ഈവൻ ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ ഓർ വിത്ത് എനി കൈൻഡ് ഓഫ് ഫുഡ്. എഗെയിൻ നമ്മൾ സാധാരണ ഇപ്പിക്കാക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആർസനിക് കൊടുക്കും. അപ്പോൾ അതിന് നല്ല ഒരു റെമഡിയാണ് ദിസ് വൺ. ഓക്കെ, now we'll talk about radium bromatum. Radium bromatum, the characteristic indication is too much of pain in the limbs. കൈയും കാലിനൊക്കെ ഭയങ്കര വേദനയാണ്. ജോലിക്കൊക്കെ പോകേണ്ട, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, ഒരു സിംറ്റംസും ഇല്ല, പനിയില്ല, പക്ഷെ കാല് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ന്യൂറാൾജിയ പേഷ്യൻസ് വന്ന് എടുത്ത് പറയും, ന്യൂറാൾജിക് പെയിൻസിനെ പറ്റി സംസാരിക്കും. ആൻഡ് ദിസ് ഹോൾ ഹാസ് ഹാപ്പൻഡ് ആഫ്റ്റർ എ ഹോൾ എപ്പിസോഡ് ഓഫ് ഫീവർ. സോ യു ക്യാൻ തിങ്ക് അബൌട്ട് റേഡിയം ബ്രോം. Then the next remedy is basilinum. Basilinum higher potency or 30 അല്ലെങ്കിൽ 200 ഒരു ഡോസ് കൊടുത്താൽ മതി. In cases where everything is clean, the patient is very fine, പക്ഷെ ചുമ മാറുന്നില്ല. ചുമ ഇടയ്ക്കിടയ്ക്കുള്ള ചുമ. It is not like a coughing every day. It is not coughing, having lots of problems like നെഞ്ചുവേദനയോ മ്യൂക്കസോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട്, എന്നാലും ജോലിയൊക്കെ ചെയ്യേണ്ടത്. സോ ചുമ is not so significant that the patient is getting affected, but there is cough, persistent cough after the whole history of fever. So basilinum in a higher potency 1 dose is going to help such situations. അപ്പൊ ഈ മരുന്നുകളൊക്കെ ഞാൻ പറയുന്നത് they are very miraculous. നമ്മൾ ഒരു ഡോസ് കൊടുത്താൽ മതി. ആ ഒരു സ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഹിസ്റ്ററി ഓഫ് 1 month ഓഫ് ഫീവർ ഓർ 2 months ഓഫ് ഫീവർ, അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻസിന് ഈ ഒരു ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ഒരു ഡോസ് കൊടുത്താൽ ദിസ് മെഡിസിൻസ് ആർ റിയലി മിറാക്കുലസ്. ട്യൂബർകുലിനം അവരെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഇസ് കഫ് റിക്കറന്റ്. ബാസിലിനം നമ്മൾ കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചുമച്ചോണ്ടിരിക്കുക, അത് കഴിഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും. പക്ഷേ ട്യൂബർകുലിനം അങ്ങനെയല്ല, ചുമച്ചോണ്ടിരിക്കും. പക്ഷെ ചുമയും അത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ത്രോട്ട് പെയിനോ മ്യൂക്കസോ ഒന്നുമില്ല. ഒരു ചുമ ഉണ്ട്, പോയിട്ടില്ല ചുമ, പക്ഷെ ചുമയുണ്ട്. അപ്പൊ ഇത് പനിയുടെ മുമ്പ് തുടങ്ങിയതാണ്. കോൾഡ് വന്നു, ചുമ വന്നു, പിന്നെ പനിച്ചു, കാലുവേദന, മേലുവേദന, ആ സ്റ്റോറിയൊക്കെ കഴിഞ്ഞു, എന്നാലും ചുമ വിട്ടു മാറിയിട്ടില്ല. സോ ദിസ് ഇസ് എ വെരി ഗുഡ് റെമഡി ഫോർ റിക്കറന്റ് കഫ് ആഫ്റ്റർ ഫീവർ. ഓക്കെ, നൗ പനി മാറി, പക്ഷെ നോസിന് പ്രോബ്ലം ഉണ്ട്. നോസിന് എന്തെങ്കിലും ആവാം, മൂക്ക് അടപ്പുണ്ടാവും, ശ്വാസം എടുക്കാൻ പ്രശ്നമാണ്, അല്ലെങ്കിൽ പിന്നെ റണ്ണി നോസ് ആണ്, ടിഷ്യൂ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദിസ് വാസ് ദേർ ഇൻ ദ ബിഗിനിങ്. കാലിബായി കൊടുത്തിട്ട് നമ്മൾ അതിനെ ശരിയാക്കി എടുത്തു, പനിയൊക്കെ ശരിയായി, കാലിബായിന്റെ സിംറ്റംസ് ഫുൾ ഹെൽപ്പ് ആയിരുന്നു. ബട്ട് നോസ് ഇസ് എ പ്രോബ്ലം. അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഡോക്ടറെ. അതുപോലെ ശബ്ദം, രാവിലെ എണീച്ച ശബ്ദത്തിന് എന്തോ ഒരു ഹോഴ്സ്നെസ്, ഒരു ടിക്ലിംഗ്, ഒരു ഇറിറ്റേഷൻ. സോ യു വിൽ സീ സംതിങ് ഹാപ്പനിങ് വിത്ത് ദ നോസ്, സംതിങ് ഈസ് ഹാപ്പനിങ് വിത്ത് ദ ഫാരിങ്സ് ഓൾസോ. എവറിഥിങ് ഈസ് ഡൺ, ഫീവർ ഈസ് ഗോൺ, സിലിക്ക ടെറ. ഇത് പിന്നെ വെരി വെരി ക്യാരക്ടറിസ്റ്റിക്കലി ഇൻഡിക്കേറ്റഡ്. ഇതും കുറെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യലി സ്റ്റുഡൻസിനും സ്ത്രീകൾക്കൊക്കെ. പനി മാറി, പക്ഷെ നടുവേദന പോയിട്ടില്ല ഡോക്ടറെ, തുണി തിരുമ്പാൻ വയ്യ, നിന്നിട്ട് പാചകം ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ, ഐ കാൺട്ട് സ്റ്റഡി, ഐ കാൺട്ട് സിറ്റ് ഫോർ ലോങ് അവേഴ്സ്, ദ ബാക്ക് ഏക്ക് ഇസ് സോ ബാഡ്, ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോൺ വിത്ത് മൈ ബോഡി. സോ പേഷ്യൻസ് വിൽ ലിറ്ററലി കം ആൻഡ് ടോക്ക് ഓൺലി അബൌട്ട് ബാക്ക് ഏക്ക്. സോ നമ്മൾ പിന്നെ കേസ് എടുത്തിട്ട് ബാക്ക് ഏക്കിന് വേണ്ടി റെമഡീസ് ഒക്കെ കൊടുക്കുകയായിരിക്കാം, പക്ഷെ അത് ചെയ്യുന്ന മുമ്പ് ഒന്ന് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ പനിച്ചിട്ടുണ്ട്, പനിച്ച് കടന്നിട്ടുണ്ട്, കുറെയൊക്കെ മെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഇപ്പൊ ബാക്ക് ഏക്കും കൊണ്ട് വരുന്നത്, ആദ്യം വരയോലിനം കൊടുക്കാം. മിക്കവാറും ആസ് ഐ സെഡ് ദിസ് റെമഡീസ് ആർ മിറാക്കുലസ്. ഒരു ഡോസ് കൊടുത്താൽ മതി, 200 അല്ലെങ്കിൽ 30 ഒരു ഡോസ് കൊടുത്താൽ ആ ബാക്ക് ഏക്കിന്റെ കഥ തീർന്നു. So then we don't have to do a case taking and understand how should I manage this backache. We don't have to do much work with the patient. This one dose is enough. പിന്നെ ഇത് നമ്മളെല്ലാവരും യൂസ് ചെയ്യണം. പിക്രിക് ആസിഡ്, ഫോസ്ഫറിക് ആസിഡ്, കോക്കുലസ്, ഇതും ഞാൻ പറഞ്ഞില്ലേ, പനിയൊക്കെ മാറി, എല്ലാം ശരിയായി ഡോക്ടറെ. പക്ഷെ പനിച്ച ശേഷം എന്താണെന്ന് അറിയില്ല, ജോലിയിലൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ അന്ന് പണ്ടത്തെ കാലത്ത് അച്ഛന്റെ സ്വന്തം CAക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിക്രിക് ആസിഡ്. ദാറ്റ് ഈസ് ഹൗ വെൻ ഐ ലേൺ. സോ വൈ ഹി സെഡ് ഈസ്, ഈ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഇല്ലേ, ഒരു തല ഉണ്ടാക്കി ആലോചിക്കുന്നത്, ബാങ്കേഴ്സ്, CA, എനി ജോബ് ഫോർ ദാറ്റ് മാറ്റർ. പക്ഷെ ബിസിനസ് ആൾക്കാർ, ഈ ഡെയിലി ബേസിസിൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ബിസിനസ്, ലോക്കൽ ബിസിനസ്, പച്ചക്കറിക്കാർ, ഈ കാൽക്കുലേഷൻ ചെയ്യില്ല. അപ്പോൾ ടു മച്ച് ഓഫ് മെന്റൽ വർക്ക്. So everything is all right, but is not able to do mental work. So cannot sustain mental work after this
whole story of fever. Everything is fine. So these remedies are really helpful. So next is this scutularia. Again, ഇതിന്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ നമുക്ക് അറിയാം, നമ്മൾ ഇതൊക്കെ ഇന്ന് യൂസ് ചെയ്യുന്നത്. പക്ഷെ nerve സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, മാറിയിട്ടില്ല, പനിച്ചിട്ടുണ്ട്. So this is a very good remedy. Again, you can use it as mother tincture or 30 potency. Okay, now this is a very, very nice remedy. ഞാൻ പറഞ്ഞില്ലേ ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. പക്ഷെ ക്ഷീണം മോസ്റ്റ്ലി വേർ ഈസ് ദ വീക്ക്നെസ്? ആസ് ഐ സെഡ്, ദർ ഇസ് സംതിങ് ഓർ ദ അതർ എഫക്റ്റഡ് ഇൻ ദ ബോഡി. ക്യൂരേർ എന്നുള്ള ഒരു മരുന്നിന് പ്രശ്നം എന്താ വെച്ചാൽ കാല് നടക്കാൻ പറ്റണില്ലേ ഡോക്ടറെ? നടക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നടക്കുമ്പോൾ കാല് വർക്കും. സോ ദ സിംറ്റം മെൻഷൻഡ് ഇൻ ദ ബുക്ക് ഇസ് ഷേക്കി ലിംസ്. And it's like, I don't have energy, doctor. Why is this? So it is like, I am all gone. ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. പേഷ്യൻസ് വന്ന് പറയും, ഒരു പനി വന്നിട്ട് പോയി, എൻ്റെ എല്ലാം കൊണ്ടുപോയി, എൻ്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനർജി, ഐ എം ജസ്റ്റ് എക്സോസ്റ്റഡ്. ഹിന്ദിയിൽ പറയും മേരാ തോ ജാൻ ഹി ചലാ ഗയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. സോ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഐ ആം ഓൾ ഗോൺ സെൻസേഷൻ. സോ ദ ഡെബിലിറ്റി ഈസ് സോ മച്ച്. എന്നിട്ട് ജനറലി ദിസ് ഇസ് ഇൻഡിക്കേറ്റഡ് റാപ്പിഡ് പൾസ്. So the patient is weak, but more than the weakness, he will talk about the weakness in his limbs. The patient will talk about shakiness in his limbs. അത് നമുക്ക് എടുത്ത് എക്സാമിൻ ചെയ്യാൻ പോലും ഒന്ന് നടന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ, സ്പെഷ്യലി ട്യൂബർക്കുലർ ഡയത്തസിസ് ഉള്ള പേഷ്യൻസ്, വീക്ക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കാലെടുത്ത് വർക്കിന് കാണാം. Otherwise, the patient will just talk. Robust personality, the patient will say, Doctor, my legs are shaking. But in tubercular diathesis personalities, you can see the legs moving, shaking. Upon shaking of limbs, I am all gone, I don't have energy, rapid pulse. Too much of thirst, large amounts of cold water is consumed. So this is again a best remedy, cure. വിശപ്പില്ല ഡോക്ടറെ, പനിയൊക്കെ മാറി, പക്ഷെ എന്ത് ആഹാരം വായി വെച്ചാലും കഴിക്കണമൊക്കെ ഉണ്ട് ഞാൻ, വിശപ്പില്ല. സോ ദർ ഇസ് നോ അപ്പിറ്റൈറ്റ് അറ്റ് ഓൾ. അപ്പോൾ എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ കുട്ടികൾ സ്പെഷ്യലി വിശക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മമാരുടെ അത് പറഞ്ഞു, അമ്മ ഇത് വേണ്ട, എനിക്ക് അത് വേണ്ട, ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മോസ്റ്റ്ലി ദ പാരന്റ്സ്, മദേഴ്സ് വിൽ കം ആൻഡ് സേ, ഈ ചെറുക്കൻ എന്താ വിശപ്പൊന്നും ഇല്ലാത്ത ഡോക്ടറെ, എന്തെങ്കിലും ഒരു മരുന്ന് തരൂ. സോ ദിസ് ഇസ് എ വെരി ഗുഡ് റെമഡി, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ആഫ്റ്റർ ഫീവർ. ഐബെറിസ് ഈസ്, ഇത് കോവിഡ് സമയത്തും കുറെ യൂസ് ചെയ്തിരുന്നു. കാർഡിയാക് പ്രോബ്ലം, മയോകാർഡിയൈറ്റിസ്. അതിപ്പോ കോവിഡ് ഫീവറിനാണോ കൊടുത്തത് ഞാൻ, അതോ മയോകാർഡിയൈറ്റിസ് വന്നോണോ കൊടുത്തത്? ഐ ഹാവ് നോ ഐഡിയ. ബട്ട് ദിസ് ഇസ് there in the Materia Medica that if you have any kind of cardiac problem, cardiac irritability, myocarditis after an episode of fever, influenza, typhoid, malaria, dengue, whatever you want, if the heart is affected, this in a mother tincture form is a very, very good remedy. ഇത് ഒരു പ്രത്യേക റെമഡിയാണ്. ഇത് ഞാൻ പഠിച്ചത് ഇതുപോലെ 2 കേസ് ഉണ്ടായിരുന്നു. ഒരു വെരി ഫണ്ണി സിറ്റുവേഷൻ. ഒരു ഭാര്യ വന്നിട്ട് പറയാ, ഡോക്ടറെ പനിയൊക്കെ മാറി, എൻ്റെ ഭർത്താവിന് എനിക്കൊരു സംശയം, നിക്കറിൽ മൂത്രം പോകണ്ടെന്നാ തോന്നണം. ഞാൻ ചോദിച്ചാൽ വഴക്ക് പറയും, എന്നെ വഴക്ക് പറയും, എനിക്ക് മൂത്രത്തിന് പ്രശ്നമൊന്നുമില്ല പറയും. പക്ഷെ ഒരു നാറ്റമാണ് ഡോക്ടറെ, എന്നും ഉണ്ടാവും നാറ്റം. ഞാൻ പറയും ഒന്ന് പോയിട്ട് അണ്ടർ ഗാർമെന്റ്സ് ചേഞ്ചിട്ട് നിക്കർ മാറ്റിയിട്ട് വരും, പറഞ്ഞ അനുസരിക്കില്ലേ ഡോക്ടറെ, എന്നെ ചാടിക്കും. ദിസ് ഇസ് ഹൗ ദ വൈഫ് സെഡ്. അതുപോലെ ഞാൻ അച്ഛൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഹോം വിസിറ്റിനൊക്കെ പോകുമ്പോൾ ഒരു കൊച്ചിന്റെ വീട്ടിൽ പോയപ്പോൾ റൂം, അപ്പോൾ നമ്മളൊക്കെ പൊതുവേ ഉള്ളതല്ലേ, അപ്പൊ ഡോക്ടർ വരുന്നു കണ്ട റൂം, സ്പെഷ്യലി ആ റൂം വൃത്തിയാക്കി വെക്കുക ഒക്കെ ഒരു പതിവുള്ളതല്ലേ. അപ്പൊ റൂം കയറുമ്പോൾ 2 പ്രാവശ്യമായി ഈ കൊച്ചിന്റെ വീട്ടിൽ പോയിരുന്നേ. തിരിച്ചു വരുമ്പോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയായിരുന്നു, ഇവരൊക്കെ ഇത്ര പണക്കാരാണ് അച്ഛൻ, ഇവർക്കൊന്ന് റൂം വൃത്തിയാക്കി വെച്ചോളൂ. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി, വൃത്തിയുണ്ടല്ലോ റൂം, എന്തൊരു നാറ്റമാണ്, ഒരു മൂത്ര നാറ്റം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അച്ഛൻ ചിരിച്ചു. അപ്പോ no, prescription was done, but what I'm trying to tell you is the symptom for this remedy is the sweat smells of urine. So sweat, urinous odor is a very characteristic. Pani mari, perspiration is smelling like urine. So this is a very good remedy. Again, as I said, very miraculous. 1 drop of 30 and the whole story is resolved, So very miraculous. ഇത് ടു മച്ച് ഓഫ് സ്വെറ്റിംഗ്, ഇതും തന്നെ പേഷ്യൻസ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം മോസ്റ്റ്ലി വർക്ക്, വി ആർ ലൈക്ക് ഇൻ ദ ടൗൺ. ജോലിക്ക് പോയിട്ട് വരാൻ കുറേയൊക്കെ 90% ഓഫ് അവർ പേഷ്യൻസ് ഹാവ് ടു ട്രാവൽ ഇൻ ദ ട്രെയിൻ. അപ്പോൾ പേഷ്യൻസ് സന്ധ്യ നേരത്ത് അച്ഛൻ്റെ അടുത്ത് മരുന്ന് വരുമ്പോൾ, ഡോക്ടർ പോയിട്ട് വരുമ്പോഴേക്കും ബ്ലൗസ് ഒക്കെ നനഞ്ഞിരിക്കുന്നു, കണ്ടു എൻ്റെ ഷർട്ടൊക്കെ നനഞ്ഞിരിക്കുന്നത്, ഈ പുറമൊക്കെ നനഞ്ഞിരിക്കുന്നു ഡോക്ടർ, ഇത്ര വേർപ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല.
എല്ലാം എൻ്റെ ശരിയായി. പക്ഷെ ഈ വേർപ്പൊന്ന് മാറ്റി തരൂ, ഭയങ്കര വേർപ്പാണ്, എല്ലാം നനയുന്നു. അപ്പം പണ്ട് ഇല്ലാത്തത്, ഓക്കെ, ദേ വിൽ ഓൺലി സേ, പണ്ടൊന്നും ഞാൻ ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടാവും മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇത്രയൊന്നും തുണി നനയില്ല ഡോക്ടർ. സോ സ്വെറ്റിംഗ്, ടൂ മച്ച് ഓഫ് സ്വെറ്റ്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഈസ് ചിനിയം ആർസിനോസം. So this is, no, before that I'll talk about this remedy. ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലുപാറ്റോറിയം, പനി മാറി, we use it for fever, but after fever, if there is aphthous ulcers in the mouth, too much of aphthous ulcers in the mouth, very good remedy you can prescribe. Okay, now this is the remedy which made me talk about all these things today. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ മരുന്ന് എൻ്റെ കയ്യിലില്ല, ഞാൻ മറന്നിരിക്കുന്ന ഒരു റെമഡി ആയിരുന്നു. അപ്പൊ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് 2 ദിവസമായി ഫ്രാൻസിൽ നിന്ന് വന്നിട്ട്, അപ്പൊ വന്ന തൊട്ട് ഒരു പ്രത്യേക സിംറ്റംസ് പറയായിരുന്നു. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഒരു ഇത്രയും പ്രിസ്ക്രിപ്ഷൻ കൊടുത്തതിന്റെ ഒരു മടിയിൽ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കാലി ബൈ കൊടുത്തിട്ട് ഞാൻ നിർത്തി. കാരണം എന്താന്ന് വെച്ചാൽ, തിരിച്ചു വന്നപ്പോൾ യെല്ലോ മ്യൂക്കസ്, sneezing. Okay, and he is telling me about this. So now since 2 days he is telling me, and he is sneezing in front of me. Early morning എണീച്ച sneezing ആണ്. ആ പനി മാറി. ഞാൻ പറഞ്ഞില്ല, എല്ലാം സ്റ്റോറി അതന്നെയായിരുന്നു. കോൾഡ്, ചുമ, പനി എല്ലാം ഉണ്ടായിരുന്നു. മരുന്നൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഫ്രാൻസ് പോയി, അവിടുന്ന് പുറത്തത്തെ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, വയറ് വീർത്തിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറയാ, ഈ റിബ്സ്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റിബ്സിന്റെ താഴെ എനിക്ക് നല്ലപോലെ വേദനിക്കുന്നു, അത് ചുമയ്ക്കുമ്പോഴാണ് നല്ലപോലെ വേദനിക്കുന്നത്. സോ അത് ഞാൻ ആദ്യത്തെ ദിവസം ശ്രദ്ധിച്ചില്ല. പിന്നെ 2 ദിവസം എന്നാലും നീ തൊട്ട് നോക്ക. അപ്പൊ സത്യത്തിൽ ഞാൻ തൊടാൻ നേരത്തെ ലെഫ്റ്റ് റിബ്സിന്റെ ലാസ്റ്റ് റിബിന്റെ താഴെ കൈകൊണ്ട് തൊടുമ്പോ വേദനയുണ്ട്. ഹി വിൽ ഷോ ദാറ്റ് ഹി ഈസ് പെയിനിങ്, വേദനിക്കണോന്ന്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞു, വേണ്ടാത്ത വെളിയിൽ നിന്നൊക്കെ കഴിച്ചിട്ട് വയറ് വീർത്തിട്ടുള്ള വേദനയാണ് ഇത്, വീട്ടിലത്തെ ആഹാരം ഒരാഴ്ച കഴിച്ചാൽ യു വിൽ ബി ഫൈൻ. And I put him on Kalibai again. Today morning with a very grumpy face, he said, you are not helping me a lot. So then I decided, ഒന്ന് ഇരുന്ന് തരിയട്ടെ എന്താ വേണ്ടെന്ന്. അപ്പൊ ഇനി എനിക്ക് മരുന്ന് ഓർഡർ ചെയ്യണം, because Lobilla has got a symptom, pain in the chest under short ribs of left side, and great oppression in the lower part of the chest, along with sneezing. സോ ദിസ് ഇസ് എ വെരി ഗുഡ് റെമഡി. അപ്പോൾ പനി മാറി, പനിക്കുള്ള എല്ലാ രീതിയിലും നമ്മൾ മാനേജ് ചെയ്തൊക്കെ ശരിയായി, പക്ഷെ സ്നീസിങ് മാറിയിട്ടില്ല, യെല്ലോ മ്യൂക്കസ് ഉണ്ടാവും. അന്നത്തെ ആദ്യം തുടങ്ങിയ ചുമയുടെ യെല്ലോ മ്യൂക്കസ് അത് അന്ന് മാറി, പിന്നെയും ഉണ്ട്, സ്നീസിങ് ഉണ്ട്, ആൻഡ് പെയിൻ ഇൻ ദ ചെസ്റ്റ് അണ്ടർ ദ ഷോർട്ട് റിബ്സ്. സോ ദാറ്റ് ഈസ് ലോബിലിയ. സോ ഇത് ഞാനിപ്പോ പറഞ്ഞല്ലോ. സോ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഈസ്, പനി നമ്മൾ എല്ലാവരും മാനേജ് ചെയ്യാറുണ്ട്. മാനേജ് ചെയ്യാൻ പറ്റാത്ത പനികൾ നമ്മൾ ഇന്ത്യൻ ഡ്രഗ്സ്, റെപ്പർട്ടറി അല്ല മറ്റീരിയ മെഡിക്ക ഓഫ് ഇന്ത്യൻ ഡ്രഗ്സ് വായിച്ച കുറേയൊക്കെ റെമഡീസ്, ആൻഡ് വിച്ച് ഈസ് നത്തിങ് ബട്ട് അവർ ആയുർവേദിക്. അപ്പോൾ ഐ വാസ് റീഡിങ് ദിസ് 2 books ഇൻ ദ മോർണിംഗ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ബുക്ക് ഓഫ് ഹെർബൽ റെമഡീസ്. അപ്പം ഹെർബൽ റെമഡീസ് നമ്മൾ ഇന്ത്യ, കേരള, ആയുർവേദം, വി ആർ മാസ്റ്റേഴ്സ് ഓഫ് ഹെർബൽ റെമഡീസ്. ഇത് ഇവിടുത്തെ ഫോറിൻ ഓത്തേഴ്സിന്റെയാണ്, ബട്ട് ഐ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഐ ഗോട്ട് ദിസ് ബുക്ക് ഐം റീഡിങ്. കുറേയൊക്കെ നമ്മളുടെ മരുന്നുകളും നമ്മളുടെ ആയുർവേദിക് കാര്യങ്ങളാണ്. പിന്നെ ഈ പുസ്തകത്തിൽ ഇന്ത്യൻ ഡ്രഗ്സ്. സോ വാട്ട് ഐ വോണ്ട് ടു ഷെയർ ടുഡേ ഈസ്, വി ഹാവ് മച്ച് മോർ ദാൻ നമ്മൾ സ്റ്റുഡൻസ്. ഞാൻ സ്റ്റുഡൻസ് ആയി പഠിക്കുന്ന സമയത്ത് ഈ റെമഡീസ് ഒന്നും കവർ ചെയ്തിട്ടില്ല, നമ്മൾ ഈ റെമഡീസിനെ പറ്റി പഠിച്ചിട്ടുമില്ല, നമ്മളുടെ സിലബസിൽ ഈ റെമഡീസ് ഇല്ല. So we thought that is what Materia Medica is. But later, after attending the seminars, especially from the Calcutta group, I came across these remedies. Achan use ചെയ്യാറുണ്ട്, prescribe ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒന്നും കൂടെ ഇൻ ഡെപ്ത് അതിനെ പറ്റി അറിഞ്ഞത് ഡോക്ടർ ഘോഷിന്റെ ഒരു ബുക്ക് ഉണ്ട്, നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. So if we are keeping ourselves updated with all the new remedies, and if we go back to our own roots എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ നാടൻ മരുന്ന് പറഞ്ഞാൽ നമ്മളുടെയാണ്, നമ്മളുടെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരുടെ ഹോം തെറപ്പീസ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി മദർ ടീച്ചർ ഫോംസിലൊക്കെ യൂസ് ചെയ്താൽ വി ഹാവ് മോർ പേഷ്യൻസ് വിത്ത് us. We can manage both fever, we can manage the post fever state also. So with that, thank you very much. സമയമായി, കറക്റ്റ് ആണ്. So thank you very much. That's all I have to share today. പനി ശേഷമുള്ള മാനേജ്മെന്റ്. So I think that is done from my end. I'll stop sharing. Thank you very much. ഓക്കെ, പത്മപ്രിയ ഡോക്ടറെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പനിയും പനിക്ക് ശേഷമുള്ള അവസ്ഥയ്ക്കും നമ്മൾ കേൾക്കാത്ത അല്ലെ ഉപയോഗിക്കാത്ത ഒത്തിരി മെഡിസിനാണ് ഇന്നിപ്പോ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്.
സാധാരണ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളതും കൂടുതൽ ഉപയോഗിക്കുന്നതും. എന്തായാലും പനിയിലേക്ക് ഈ മെഡിസിനെ എല്ലാം പരിചയപ്പെടുത്തിയ ഒരു നല്ല അനുഭവമായിരുന്നു. പരിചയപ്പെടുത്തിയ ഡോക്ടർ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് മറ്റ് ഡോക്ടേഴ്സിന് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. പെട്ടെന്ന് ചോദിക്കണം, സമയം കുറവാണ്. ഓരോരുത്തരായിട്ട് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വരിക. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞ ബുക്സിന്റെ ഓതേഴ്സിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാറ്റ് ബോക്സിൽ. ഓക്കെ, ഞാൻ അതിപ്പോ ചാറ്റിൽ എഴുതാം. ഡോക്ടറുടെ വാട്സപ്പ് നമ്പർ വേണമെന്ന് ചോദിച്ചു. അതും എഴുതാം, ചാറ്റിൽ ഇടാം. ഓക്കെ, അപ്പൊ ഇനി ക്ലാസ്സിനെ കുറിച്ച് ആർക്കും സംശയങ്ങളൊന്നുമില്ല. എന്തായാലും സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഡോക്ടറെ ഹായ്. നമസ്കാരം. ഒന്നും പറയാനില്ല. കാര്യം വെച്ചാല് ഈ ഒറ്റ ക്ലാസ് തകർത്ത് കളഞ്ഞു. കാരണം വെച്ചാല് എനിക്ക് പലപ്പോഴും ഈ പനിക്ക് ശേഷം വരുന്ന ഈ പല കണ്ടീഷനിലും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ ഈ ഡോക്ടറുടെ ക്ലാസ് എടുക്കുന്നത് ഞാൻ 30 കൊല്ലം ഇത് തുടങ്ങിയിട്ട്. പിന്നെ ചിലതൊക്കെ നമ്മള് കപ്പൽ എന്താണ് വെള്ളത്തിൽ പോയി കിടക്കണം കഴിക്കുമ്പോൾ അതങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞാല് അതൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പേഷ്യന്റിന്റെ പിടിച്ചിരിക്കുക. പക്ഷെ ഇപ്പോഴാണ് ഒരു ഡോക്ടറെ ആകെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തന്നു. നിസ്സാരമായൊരു പ്രയോജനം അറിയപ്പോ ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ വളരെ നന്നായി. ഇങ്ങനെ ഇത്ര ഒരു ക്ലാരിറ്റിയോടെ ആഫ്റ്റർ ഫീവറിനെ കുറിച്ച് ഞാൻ ഒരിടത്തും ക്ലാസ് കേട്ടിട്ടില്ല. ആഫ്റ്റർ ഫീവർ കഫ് അങ്ങനെയൊക്കെ പറഞ്ഞു പോവെങ്കിലും ഇത്രയും ഇതായിട്ട് ആരും തൊഴാത്തൊരു സബ്ജക്റ്റ് ആയിട്ട് ഡോക്ടർ ചെയ്തിരിക്കുന്നത്. അതിൽ അങ്ങേറ്റം നന്ദിയുണ്ട്. മാത്രമല്ല സലീംകുമാർ ഡോക്ടറെ നമ്മൾ ഈ മെഡിസിനൊക്കെ ആഫ്റ്റർ ഫീവറിൽ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ പലരും. പലപ്പോഴും ചിലതൊക്കെ ഫീവറിന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ ഫീവർ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് പോലുമില്ല. പലതും ചിന്തിച്ചിട്ട് പോലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഫീവറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനും ഉണ്ട്, അതിലും നമ്മൾ ഉപയോഗിക്കാത്ത മെഡിസിനും ഒത്തിരി. പല മെഡിസിനും ഫീവറിന് ശേഷമുള്ള കണ്ടീഷൻ കൊടുക്കാൻ ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. വയലറ്റാ കാർബൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ ഒരു പനിക്ക് ശേഷം അങ്ങനെ ഒരു ഫർഗറ്റ്ഫുൾനെസ് ഒക്കെ ഉണ്ടാവുന്ന അതൊന്നും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കണം. റിലേറ്റ് ചെയ്ത് ചിന്തിച്ചില്ല. അതാണ്. Thank you very much, and I give the credit to my husband. സലീം കുമാർ ഡോക്ടറെ ലാസ്റ്റ് പാർട്ട് കേട്ടില്ല. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. മ്യൂട്ടായി പോയി ഡോക്ടർ. സലീം കുമാർ ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ലാസ്റ്റ് പറഞ്ഞ എന്താന്ന് കേട്ടില്ല. ഡോക്ടറെ പറഞ്ഞതിനകത്ത് നമ്മള് ആ വയലറ്റാ കാർബിനും പറഞ്ഞില്ലേ പനിക്ക് ശേഷം നന്ദിപോരുന്നൊക്കെ. ഇതൊന്നും പനിക്ക് ശേഷം എന്നുള്ള ഇത് ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനൊക്കെ പനിക്ക് ശേഷം ഈ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടില്ല. ഒരു അക്യൂട്ട് കേസിലേക്ക് ഇതിനെ കൊണ്ടുവരാമോ എന്ന് നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ഡെഫിനറ്റ് ഇറ്റ് ഈസ് എ ബോൺ എന്ന് പറയില്ലേ, അത് അങ്ങനെയാണ്, ആ രീതിയിലാണ്. ഓക്കെ സലീം കുമാർ ഡോക്ടറെ. അടുത്ത് ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ. തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്ത് വിഷയം വേണം എന്നൊരു കൺഫ്യൂഷൻ ഇങ്ങനെ ഡോക്ടറുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നിപ്പം അനൂപിന് പനി വന്നതും അതിനുശേഷം അത് മാറാൻ പൂർണ്ണമായിട്ട് വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ വന്നപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മളൊരു സ്വന്തം കുട്ടികൾക്കോ അല്ലെ സ്വന്തം വീട്ടിൽ ആർക്കെങ്കിലും വരുമ്പോഴേ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യാറുള്ളൂ. ഇങ്ങനെ ഓരോ കേസിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആകുന്നത്. പറ്റുന്നത് നമ്മളിപ്പോ സലീംകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ പനി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇച്ചിരി ഉണ്ടാവും, അത് പതുക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് നമ്മള് സ്വയം സംതൃപ്തി അടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതല്ല ചെയ്യേണ്ടെന്ന് ഡോക്ടർ ഈ വേദിയിൽ കാട്ടിത്തന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ പ്രസന്റേഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നത്. തീർച്ചയായും അഭിനന്ദനീയമാണ് ഈ ഇന്നത്തെ പ്രസന്റേഷൻ. ഇതുപോലെ വ്യത്യസ്തമായ പ്രസന്റേഷനുമായിട്ട് ഇനിയും എത്തുക.
ഓക്കെ ധനേഷ് ഡോക്ടറെ നന്ദി. അബ്ദുൽ സലാം സാർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാർ മ്യൂട്ടാണ് സാറേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യാം. സാറിനെ നമുക്ക് ഇന്നലെ പത്മപ്രിയ ഡോക്ടർക്ക് പ്രത്യേകം അനുമോദനങ്ങൾ എത്തിക്കുകയാണ്. ഒരു സ്റ്റോറി പറയുമ്പോൾ എങ്ങനെ പറഞ്ഞു, റിയൽ സ്റ്റോറി നമ്മൾ കേട്ടു. മെഡിസിൻ മാത്രമല്ല, അത് നന്നായി പ്രസന്റ് ചെയ്തത് മാത്രം പറയാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഡോക്ടർ. Thank you very much. താങ്ക് യു. Thank you. ഓക്കെ നന്ദി അബ്ദുൽ സലാം സാറേ. സലിംകുമാർ ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തതാണോ? അല്ലല്ല, അത് നമ്മള് ഡൗൺലോഡ് അല്ല, എനിക്ക് തോന്നുന്നത് പോയായിരുന്നു തോന്നുന്നു. ഞാൻ കളഞ്ഞ. സലിംകുമാർ ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്താണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ലത ഡോക്ടർ ഇന്ന് ലത ഡോക്ടറെ നന്ദി കൂടെ ക്ഷണിക്കാം. സോയ ഈപ്പൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ എളുപ്പം സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്തേ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഇൻഫ്ലുവൻസിന് ഏത് പൊട്ടൻഷ്യലൊക്കെ വരെ ഉപയോഗിക്കാം ഡോക്ടറെ? 30 മാക്സിമം, 6 അല്ലെങ്കിൽ 30. മറ്റുള്ള ഈ ഇന്ത്യൻ റെമഡീസ് ഒക്കെ ടിഞ്ചറാണോ കൂടുതൽ ഉപയോഗിക്കുക? അതെ, മെയിൻലി ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ റെമഡീസ് ഒക്കെ മിക്കവാറും ടിഞ്ചേഴ്സിലാണ് നല്ലത്. ഇഫ് ഇറ്റ് ഈസ് വെരി ക്ലിയർലി ഇൻഡിക്കേറ്റഡ് വിത്ത് പിക്യൂറസ് 30 വരെ പോവാം നമുക്ക്. 6 അല്ലെങ്കിൽ 30 യൂസ് ചെയ്യാം. പിന്നെ ഈ മെന്റൽ സിംറ്റംസ് ഞാൻ പറഞ്ഞല്ലേ, ഫർഗെറ്റ്ഫുൾനെസ് ബെറൈറ്റി, അങ്ങനെ മെന്റൽ സിംറ്റംസ് കണ്ട സ്ട്രേറ്റ് അവേ 200 ക്യാൻ ബി ഗിവൻ. ഓക്കെ നമുക്ക് ഇന്ന് വളരെ നല്ല ക്ലാസ് എടുത്ത പത്മപ്രിയ ഡോക്ടർക്ക് സോയ ഈപ്പൻ ഡോക്ടറെ ക്ഷണിക്കുന്നു നന്ദി പറയുന്നതിന് വേണ്ടി. ഹലോ, എനിക്ക് ഡോക്ടർക്ക് നന്ദി പറയാൻ കിട്ടിയ അവസരം എനിക്ക് വളരെ സന്തോഷമായി. നേരത്തെ ഞാൻ ഡോക്ടറുടെ ക്ലാസ്സിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്ലാസ്സുകളാണ്. കേട്ടിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ റയർ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ മറ്റേ ബോറിക്കിലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും അത്രയും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാത്തതിന് ഏത് പൊട്ടൻസി ഉപയോഗിക്കും, എങ്ങനെയാ ഉപയോഗിക്കും എന്നൊക്കെ അറിയില്ല. എന്നാലും വലിയൊരു അറിവ് തന്നതിന് വളരെ നന്ദി. പിന്നെ IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ഡോക്ടർമാരുടെ പേരിലും എല്ലാവർക്കും നന്ദി പറയുന്നു. സോയ ഈപ്പൻ ഡോക്ടറെ വളരെ നല്ല ക്ലാസ് എടുത്ത പത്മപ്രിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.